സ്ക്വയർ മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷനായ ഡിറ്റർമിനൻസ് എന്ന ഈ ചാപ്റ്ററിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഡിറ്റർമിനൻസ് എന്ന ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Look at the second question. A matrix A is given 3, 7, 2, 5 and matrix B is 6, 8, 7, 9. Verify that AB inverse is equal to B inverse A inverse. ഇവിടെ വെരിഫൈ ചെയ്യാനാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഇതാണ്. A is equal to 3, 7, 2, 5. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോക്കാം. A inverse ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡിറ്റർമിനൻ്റ് നോക്കാം. 15 minus 14 that is 1 not equal to 0. അതുകൊണ്ട് A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് A ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ്? അഡ്ജോയിൻ്റ് ബൈ ഡിറ്റർമിനൻ്റ്. അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 5, 3 minus 7 minus 2 ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ 1 എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഇതാണ് A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി B തന്നിട്ടുണ്ട്. B തന്നിരിക്കുന്നത് 6, 8, 7, 9 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് B നോക്കാം. 6 into 9 54 minus 56 that is minus 2 not equal to 0. Therefore B inverse exists. Therefore B inverse is equal to adjoint A by determinant. Adjoint B by determinant B. That is 9, 6 minus 8 minus 7 divide by ഇത് നമുക്ക് 1 by divide by minus 2 means minus 1 by 2. അപ്പോൾ ഇതാണ് A ഇൻവേഴ്സ്, ഇതാണ് ഇത് B ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. B ഇൻവേഴ്സിന് പകരം നമുക്ക് minus 1 by 2 matrix is 9 minus 8 minus 7, 6. A inverse is 5 minus 7 minus 2, 3. That is minus 1 by 2 into 45 minus 16 minus 63 plus 24. 9 into 5, 45 minus 16. 9 into minus 7 minus 63 plus 24. Then next row is minus 35 minus 12. This is my 49 plus 18. That is 9 into 5, 45 plus 16 minus into minus plus 16. Then minus 63 plus minus 24. Then minus 35 minus 12. 49 plus 18. That is 1 by 2 minus 1 by 2 into. This is 61. This is 87 minus 87. This is minus 47 and this is 67. That is 61, 87, 47, 67. അപ്പോൾ ഇതാണ് നമുക്ക് B ഇൻവേഴ്സ് A ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ 1 എന്നുണ്ട്. അപ്പോൾ B ഇൻവേഴ്സ് A ഇൻവേഴ്സ് കിട്ടിയിട്ടുണ്ട്. B ഇൻവേഴ്സ് A ഇൻവേഴ്സ് കിട്ടിയത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. അടുത്തായിട്ട് നമുക്ക് AB ഇൻവേഴ്സ് എന്ന് കാണാം. അപ്പോൾ AB ഇൻവേഴ്സ് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് AB ആദ്യമേ ഒന്ന് കാണാം. വാട്ട് ഈസ് A? A ഈസ് 3, 7, 2, 5 and B is 6, 8, 7, 9. അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എടുക്കുമ്പോൾ 18 plus 49
Then 18 plus 49 plus 24 plus 63, 12 plus 35, 16 plus 45. That is 67, 87, 47, 61. So this is AB, that is 67, 87. അപ്പോൾ നമുക്ക് എ ബി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എ ബി ഇൻവേഴ്സ് നമുക്ക് നോക്കാം. എ ബിയുടെ ഇൻവേഴ്സ് കാണണമെങ്കിൽ നമുക്ക് ആദ്യമേ എ ബിയുടെ ഡിറ്റർമിനൻ്റ് കാണണം. ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ 67 ഇൻറ്റു 61 മൈനസ് 47 ഇൻറ്റു 87, ദാറ്റ് ഈസ് -2 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എ ബിയുടെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. അറിയാം, adjoint of AB by determinant of AB. നമുക്കിവിടെ adjoint of AB ഇതൊരു 2x2 matrix ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ adjoint എഴുതാനായിട്ട് 61, 67 minus 87 minus 47 by determinant of AB is -2. That is -1/2 into 61 minus 87 minus 47, 67. Equation 2 എന്ന്. നമുക്ക് എ ബിയുടെ ഇൻവേഴ്സ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ നോക്കിയത് രണ്ട് സെയിം അല്ലേ നോക്കി. ഇവിടെ -1/2, 61 minus 87 minus 47, 67. From equations 1 and 2. AB inverse is equal to B inverse A inverse. എങ്ങനെ നമുക്ക് ഇത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. If A is equal to matrix 3 1 minus 1 2, show that A square minus 5A plus 7I is equal to 0. Hence find A inverse. നമ്മൾ നേരത്തെ ഇത്രയൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനകത്ത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 1 minus 1 2 ആണ്. നമുക്ക് എ സ്ക്വയർ എന്ന് കാണാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ ആണ്. രണ്ട് തവണ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 3 1 minus 1 2 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 9 minus 1 8 എന്ന് വരും. 3 plus 2 3 plus 2 5 വരും. -3 -2 -5 വരും. -3 -2 -1 plus 4 3 എന്ന് കിട്ടും. -1 plus 4 3 എന്ന്. അപ്പോൾ എ സ്ക്വയർ കിട്ടി. നമുക്കിത് ഒരു സീറോ മെട്രിക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എ സ്ക്വയർ -5A plus 7I എന്ന് നോക്കാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 8 5 -5 3 ആണ്. -5 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ ഏതാണ് 3 1 -1 2. ഇപ്പോൾ 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്കിതിനെ 7 0 0 7 ഇങ്ങനെ. ഇപ്പോൾ ഇതൊരു സീറോ മെട്രിക്സ് ആണോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ മെട്രിക്സ് എന്ന് പറയുന്നത് 8 5 -5 3 മൈനസ് ഈ 5 എല്ലാ എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 5 ടൈംസ് ആവും. ദാറ്റ് ഈസ് 15 5 -5
10 plus 7007 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 8 plus 7 minus 15 0 വരും. 5 plus 0 minus 5 0 വരും. ഇവിടെ -5 ആണ്. ഇവിടെ -5 minus of minus plus 5 that is 0. 3 minus 10 minus 7 plus 7 0. That is a 0 matrix. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് 7i ഈസ് ഈക്വൽ ടു 5a മൈനസ് എ സ്ക്വയർ. ഇനി 7i ഇവിടെ നിർത്തിയിട്ട് ബാക്കി ടേംസ് എല്ലാം അങ്ങേ സൈഡിലേക്ക് കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതിനെ 7i ഇൻറ്റു 5 ഇൻറ്റു എ ഇൻറ്റു ഇതിനെ നമുക്ക് a ഇൻറ്റു എ എന്ന് എഴുതാം. a ഇൻറ്റു എ ഈസ് എ സ്ക്വയർ. ഞാൻ എല്ലാ ടേമിനും നമുക്ക് എ ഇൻവേഴ്സ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഇൻറ്റു ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് എ ഇൻറ്റു എ ഇൻവേഴ്സ്. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഐ ഇൻറ്റു any matrix is the matrix itself, that is 7 into I into A inverse means A inverse. We know A into A inverse is I, that is 5i minus. This is A into A inverse is I, that is A into y. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് കിട്ടുന്നത് 7 ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഐ മൈനസ് എ ഇൻറ്റു ഐ ഈസ് എ. നമുക്കറിയാം ഏത് മെട്രിക്സിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് തന്നെയാണ്, അല്ലെങ്കിൽ ആ മെട്രിക്സ് തന്നെ വരും. അപ്പോൾ എ ഇൻവേഴ്സ് കാണണമെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം? 1/7 ഇൻറ്റു 5i മൈനസ് 7, ദാറ്റ് ഈസ് 1/7 ഇൻറ്റു 5i means 5005 and a is 31 minus 12, that is 1/7 into 1/7 into 5 minus 3 is 2, 0 minus 1 is -1, 0 minus of minus 1 plus 1, 5 minus 2 3 എന്ന്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. നമുക്കറിയാം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 into 6 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 ദാറ്റ് ഈസ് 7 വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ്, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഇതാണ്. പിന്നെ അഡ്ജോയിൻ്റ് നമുക്കറിയാം. അഡ്ജോയിൻ്റ് എഫ് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ നമ്മൾ എഴുതിയാൽ 2 3 ഇങ്ങനെ എഴുതണം. പിന്നെ ഈ എലമെൻസിൻ്റെ സൈൻ മാറ്റി എഴുതുക. അപ്പോൾ ഇവിടെ 1 വരും. അപ്പോൾ എ ഇൻവേഴ്സ് കാണണമെങ്കിൽ എന്താണ്? അഡ്ജോയിൻ്റ് ബൈ ഡിറ്റർമിനൻ്റ്. ദിസ് ഈസ് അഡ്ജോയിൻ്റ് ബൈ ഡിറ്റർമിനൻ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 7i എന്ന് പറയുന്ന ആ ഒരു ടേം അവിടെ നിർത്തിക്കൊണ്ട് മറ്റെല്ലാ ടേംസും കൊണ്ടുവന്ന് നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഈ ആൻസർ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇത് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ നേരെ കുറച്ച് ഒരു ഇക്വേഷൻ ഒരു നോട്ടായിട്ടൊന്ന് നോക്കാം. ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് തന്നിരുന്നതെന്ന് കരുതുക. ദാറ്റ് ഈസ് എ ക്യൂബ് മൈനസ് 6a സ്ക്വയർ പ്ലസ് 9a മൈനസ് 4i = 0. ഇങ്ങനെയാണ് തന്നിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇൻവേഴ്സ് ഒന്ന് കാണാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? ഇവിടെ 4i = p ടൈംസ് അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ എ ക്യൂബ് മൈനസ് 6a സ്ക്വയർ പ്ലസ് 9a എന്ന് നമുക്ക് എഴുതാം. അതായത് ഈ 4i ഇപ്പുറത്ത് വരുമ്പോൾ അത് പ്ലസ് ആവും. ഈ ടൈംസ് എല്ലാം അതുപോലെ തന്നെ ഇരിക്കും. ഇതിനെ നമുക്ക് 4 ഇൻറ്റു i, ഇതിനെ നമുക്ക് a സ്ക്വയർ ഇൻറ്റു a എന്ന് എഴുതാം, മൈനസ് 6a ഇൻറ്റു a എന്ന് എഴുതാം, പ്ലസ് 9 ഇൻറ്റു a എന്ന് എഴുതാം. ഇനി നമ്മൾ രണ്ട് സൈഡിൽ ഇൻവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പം
ഇവിടുന്ന് നമ്മളിങ്ങനെ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ എ ക്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ഡിഗ്രി കൂടിയ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ എസ് സ്ക്വയർ ആണ്. ഇങ്ങനെ അത് തരുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ 4i ഇൻറ്റു എല്ലാ സൈഡിലും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ്. ഇവിടെ -6 ഇൻറ്റു എ ഇൻറ്റു എ ഇൻവേഴ്സ് പ്ലസ് 9 ഇൻറ്റു എ ഇൻവേഴ്സ്. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 3rd ഡിഗ്രിയിലുള്ള ഒരു മെട്രിക്സ് ഇക്വേഷൻ ആണ് തരുന്നതെങ്കിൽ അവിടെ നിന്ന് ഇൻവേഴ്സ് കാണാനായിട്ട് ഈ രീതിയിൽ ഉപയോഗിച്ച് കാണുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് നമ്മൾ വേറൊരു ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് എ ഇൻവേഴ്സ് എങ്ങനെ കാണുമെന്നാണ് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ i ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 4a ഇൻവേഴ്സ് തന്നെയാണ്. ഇതിന് എ സ്ക്വയർ വരും. എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് i ആണ്. -6a ഇൻറ്റു ഇത് i ആണ്. ഇത്രയും ഭാഗം എടുക്കാമെങ്കിൽ ഇത് i എന്ന് കിട്ടും. പ്ലസ് 9 ഇൻറ്റു ഇതും എന്ത് പറ്റും i എന്ന് കിട്ടും. അപ്പോൾ 4a ഇൻവേഴ്സ് എ സ്ക്വയർ i എന്ന് പറയുമ്പോൾ എ സ്ക്വയർ തന്നെയാണ്. മൈനസ് എ ഇൻറ്റു i മീൻസ് 6a പ്ലസ് 9i. ഇവിടെ നമുക്ക് എ ഇൻവേഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 1/4 ഇൻറ്റു എ സ്ക്വയർ -6a പ്ലസ് 9i. ഈ രീതിയിൽ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് പോലെ ഇതൊരു 2nd ഡിഗ്രിയിലുള്ള ഒരു മെട്രിക്സ് ഇക്വേഷനാണ്. നമ്മളത് ഒരു 3rd ഡിഗ്രി തന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനോ വല്ലതാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് മെട്രിക്സ് ഏതാണോ തന്നിരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു 3rd ഡിഗ്രി മെട്രിക്സ് ഇക്വേഷൻ തന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ദ സ്ക്വയർ മെട്രിക്സ് എ ഇവിടെ മെട്രിക്സ് തന്നിട്ടുണ്ട് 3 2 1 1. ഫൈൻഡ് നമ്പേഴ്സ് A and B such that a square plus small a into capital A plus b into I is equal to 0. ഇവിടുന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് 3 2 1 1 ആണ്. നമുക്ക് എ സ്ക്വയർ എന്ന് കാണാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എ ഇൻറ്റു എ ആണ്. ദാറ്റ് ഈസ് 3 2 1 1 ഇൻറ്റു 3 2 1 1. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് വരും? 9 + 3 12 വരും. 6 + 2 8. 3 + 1 4 വരും. 2 + 1 3 വരും. അപ്പോൾ എ സ്ക്വയർ ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്മോൾ എ സ്മോൾ ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 8 4 3 പ്ലസ് എ ഇൻറ്റു എ. നമുക്ക് മെട്രിക്സ് എ അറിയാം. ഇവിടെ നമുക്ക് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3a, ഇവിടുത്തെ എല്ലാ എലമെൻസിനും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എ എന്ന് വരും. പ്ലസ് ബി ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ബി ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ബി 0 0 ബി എന്ന് വരും. സിക്കൽ 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ സിക്കൽ ടു ഒരു 2nd ഡിഗ്രി 0 മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ സം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 12 + 3a + b. ഇവിടെ 8 + 2a + 0 4 + a + 0 3 + a + b is equal to 0 0 0 0. നമുക്ക് സ്മോൾ എ സ്മോൾ ബി ഇവയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കമ്പയർ ചെയ്താൽ 4 + a is equal to 0. Therefore a is equal to -4. അപ്പോൾ സ്മോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി സ്മോൾ ബിയുടെ വാല്യൂ കൂടെ വേണം. 3 + a + b ഈ ഒരു എലമെൻ്റ് എടുക്കുക. അതും 0 ആണ്. 0 ആയിട്ട് നമ്മളൊന്ന്
ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 plus -4 plus b is equal to 0. That is -1 plus b is equal to 0. Therefore b is equal to 1. So the value of a is -4 and the value of b is 1. Look at the fifth question. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. If x, y, z are non-zero real numbers, then inverse of matrix A is equal to x 0 0 0 y 0 0 0 z is 4 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ x ഇൻവേഴ്സ് 0 0 0 y ഇൻവേഴ്സ് 0 0 0 z ഇൻവേഴ്സ്. ഇതാണ് എ പാർട്ടായിട്ട് ആൻസർ വന്നിരിക്കുന്നത്. ബി പാർട്ട് വന്നിരിക്കുന്നത് എക്സ് വൈ z ഇൻറ്റു x inverse 0 0 0 y inverse 0 0 0 z inverse. സി പാർട്ടായിട്ട് വന്നിരിക്കുന്നത് 1 by x by z x 0 0 0 y 0 0 0 z. And last part is 1 by x by z 1 0 0 0 1 0 0 0 1. ഇവിടെ ഒരു മെട്രിക്സ് എ ആണ്. എയുടെ ഇൻവേഴ്സ് ഈ പറഞ്ഞതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് വരാം. എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണ്. എക്സ് 0 0 0 y 0 0 0 ഇഷ്ടമാണ്. നമുക്കിതിൻ്റെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. ഇപ്പോൾ ഇൻവേഴ്സ് കാണുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ആദ്യമേ നമുക്കതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് ഒന്ന് എഴുതും. ഇപ്പോൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എക്സ് 0 0 0 y 0 0 0 z ആണ്. ഇതുപോലെ എലമെന്റ്സ് നമ്മൾ അങ്ങോട്ട് എഴുതും. എക്സ് 0 0 0 y 0 0 0 z എഴുതും. അതിനുശേഷം നമ്മൾ ഈ എലമെന്റ്സ് നമ്മൾ ഡിലീറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എടുക്കാം. അപ്പോൾ അഡ്ജോയിൻ്റ് എ നോക്കാം. അഡ്ജോയിൻ്റ് എ എന്ന് പറയുമ്പോൾ എന്താണ്? y z - 0 0 - 0 0 - 0 0 - z x zx zx -0 0 - 0. ഇവിടെയാണെങ്കിൽ 0 - 0 0 വരും. 0 - 0 0 x y -0. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും നമുക്ക് വരേണ്ടത്. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടാൻ പോകുന്നത്? അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എഴുതിയാൽ y z 0 0 മൈനസ് ഇവിടെ നോക്കാം y z -0 ഇവിടെ വരുമ്പോൾ 0 - 0 ഇവിടെ 0 ആണ് വരുന്നത്. 0 - 0 0 വരും. ഇത് zx -0 z 0 - 0. അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എഴുതിയാൽ y z 0 0 ഇവിടെ 0 zx 0 0 0 xy. നമുക്കിതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിനെ കറസ്പോണ്ടിങ് കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിറ്റർമിനൻ്റ് ആയി കിട്ടും. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് x ഇൻറ്റു y z ആണ്. ഇപ്പോൾ x y z എന്ന് വരും.
പ്ലസ് 0 ഇൻറ്റു ഇവിടെയും 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 0 വരും. അപ്പോൾ എക്സ് വൈ ഇസഡ് ആയിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഇൻവേഴ്സോട് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എ ഇൻവേഴ്സ് ഏതാണ്? അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ്. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് ആണ്. അപ്പോൾ നമുക്ക് 1/xyz into yz 0 0 0 zx 0 0 0 xy. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് 1/x എന്ന് കിട്ടും. പിന്നെ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 0 വരും, ഇവിടെയും 0 വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് ക്യാൻസൽ ചെയ്യും, പോയിട്ട് 1/y എന്ന് വരും. കാരണം നമുക്ക് ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് ഇപ്പം 1/xy ഇസഡും വൈ ഇസഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വൈ ഇസഡ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 1/x എന്ന് പറഞ്ഞാൽ ബാക്കി ഇതുപോലെ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ 1/y 0 വരും, ഇവിടെ 0 0 1/z. അപ്പം ഇങ്ങനെ ഒരു ആൻസർ നമുക്കില്ല. ഇതിനെ 1/x എന്നുള്ളത് നമുക്ക് x⁻1 എന്ന് എഴുതാറ്. അപ്പോൾ x⁻1 0 0 y⁻1 0 0 0 z⁻1. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് എ ഇൻവേഴ്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കി. ഉണ്ട്, ഇവിടെ ഫസ്റ്റ് പാർട്ടാണ്. സോ ആൻസർ ഈസ് എ പാർട്ട്. സോ ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദി ഗിവൺ മെട്രിക്സ്. ഇതായിരിക്കും ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയാം.